തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ മെൻസ്ട്രൽ കപ്പിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ലെറ്റ്സ് ക്യാച്ച് ഇറ്റ് ടോക്ക് വിത്ത് ഷാനുവിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് മെൻസ്ട്രൽ കപ്പ് ആൻഡ് ഹൗ ടു യൂസ് ആൻഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആൻഡ് മൈ എക്സ്പീരിയൻസ്, പിന്നെ തിങ്സ് ടു റിമെമ്പർ ബിഫോർ യൂസിങ് മെൻസ്ട്രൽ കപ്പ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ ശരിക്കും നോക്കാണ്ടും ഇതാക്കാണ്ടും മേടിച്ച് ഉപയോഗിച്ച് അറിയില്ല എങ്കിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. വെക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു രണ്ട് ഹോൾസ് അപ്പുറത്തിപ്പുറത്തുണ്ട്. ഇത് വാക്യൂം പ്രഷറിലാണ് അതവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അവിടെ വെക്കും അതുപോലെ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ പണിയൊക്കെ മാറി നോർമൽ ഇതിലേക്ക് വരുന്നുണ്ട്. എന്നാലും ആ ഒരു കണ്ടീഷൻ എനിക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ച് തൊട്ടിട്ട് എനിക്ക് പെയിൻഫുൾ ആണ്. ഫിസിക്കൽ റിലേഷൻ ഒന്നും പറ്റുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്ലാസ് ഈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒരുപാട് നന്ദി ആദ്യം പറയട്ടെ. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ മെൻസ്ട്രൽ കപ്പിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. ഇതിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്നതും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായതും അതുപോലെ തന്നെ നമ്മൾ കുറേ എന്താ പറയുക ടോപ്പിക്സ് ഇതിനെക്കുറിച്ചിട്ട് കേട്ടിട്ടുള്ളതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. കാരണം നിങ്ങൾ ആരെങ്കിലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും കേട്ടിരിക്കുക. ഇനി ആരെങ്കിലും യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ ഒരു ഇതോട് പ്രമാണിച്ച് നമ്മൾ 1K ആയതോട് പ്രമാണിച്ച് ഞാൻ ഇനി മുതൽ ആഴ്ചയിൽ ഒരു വീക്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, ചിലപ്പോൾ ഹെൽത്ത് വൈസ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണലി വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ആവാം. നമുക്ക് എൻ്റെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിവിൽ എഞ്ചിനീയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വല്ല ടോപ്പിക്സ് ആവാം, വീട് പണി അല്ലെങ്കിൽ അങ്ങനത്തെ വല്ലതും ആവാം, ഹെൽത്ത് വൈസ് ഉള്ളതാവാം. ഞാൻ കൂടുതലും അങ്ങനത്തെ വീഡിയോസാണ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനത്തെയാണ് ചെയ്തിട്ടുള്ളത്, ഹെൽത്ത് വൈസ് ആയിട്ടുള്ള. അപ്പോൾ അതാവാം. അപ്പോൾ ഇതിലെന്തായാലും ഞാൻ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്, വീക്കിലി വൺസ് ഉള്ള ആ ഒരു എപ്പിസോഡിന് ഞാൻ നെയിം ഇടുന്നത് ലെറ്റ്സ് ക്യാച്ച് ഇറ്റ് ടോക്ക് വിത്ത് ഷാനു എന്നാണ്. ബിക്കോസ് ഷാനു എന്ന് പറയുന്നത് എൻ്റെ പെറ്റ് നെയിം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ വീട്ടിലൊക്കെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ എന്നോട് നിങ്ങൾക്ക് എന്താ പറയുക രസകരമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം എന്നുള്ളതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ആകർഷകമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ടോപ്പിക്സ്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഈസി ആയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അധികം നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ലെറ്റ്സ് ക്യാച്ച് ഇറ്റ് ടോക്ക് വിത്ത് ഷാനുവിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് മെൻസ്ട്രൽ കപ്പ് ആൻഡ് ഹൗ ടു യൂസ് ആൻഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആൻഡ് മൈ എക്സ്പീരിയൻസ്, പിന്നെ തിങ്സ് ടു റിമെമ്പർ ബിഫോർ യൂസിങ് മെൻസ്ട്രൽ കപ്പ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന PDays എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ, നമുക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു PDays എന്ന് പറഞ്ഞിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാനൊരു 3 periodsോളം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനത്
കറൻ്റ്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഒരു നാലഞ്ചല്ല, ഒരു 3 മാസത്തോളമായിട്ട് ഞാനിപ്പോൾ എന്താ പറയുക, ഫുള്ളായിട്ട് ഞാനത് നിർത്തി. അപ്പോൾ എന്താണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ പേർക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തവരുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ പലരും അത് എങ്ങനെയാണ്, എന്താണ്, അങ്ങനെ കുറേ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ കുറേ പേര് ഇതിലൂടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടും ഇപ്പോഴും നമുക്ക് കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇതിനെക്കുറിച്ച് ഇനി ഉപയോഗിക്കണ്ട, എനിക്കത് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് സ്ത്രീകളുടെ പീരീഡ്സ് ടൈമിൽ നമ്മൾ മെൻസ്ട്രൽ പാഡ്സ്, ക്ലോത്ത് പാഡ്സ്, തുണികൾ, അങ്ങനത്തെ ഐറ്റംസ്, ടാമ്പോൺസ്, അങ്ങനെയൊക്കെയുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഒരു 4 കൊല്ലമൊക്കെ മുന്നെയാണ്. അപ്പോൾ തൊട്ടിട്ട് ഈ മെൻസ്ട്രൽ കപ്പ് ഇപ്പോഴാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ട്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ സിവിയർ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതായത് ഈ 2023-24 തോന്നുന്നു കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസും ഒക്കെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ഒക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമുക്ക് പീരീഡ്സ് ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവില്ല വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂസ് ചെയ്തവർക്ക് അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പോകാനുള്ള ടെൻഡൻസിയും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള പാഡ്സും അതുപോലെ തന്നെ നമ്മുടെ തുണികളും ക്ലോത്ത്സ് പാഡ്സും ടാമ്പോൺസ് ഒക്കെ നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ ഈ ആർത്തവ രക്തം എന്ന് പറയുന്നത്, നമ്മുടെ മെൻസ്ട്രൽ ഫ്ലൂയിഡ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ടിഷ്യൂസും ബ്ലഡ്സും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒന്നാണല്ലോ. അങ്ങനെ കട്ടയായിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളതാണ് ബ്ലഡ് ക്ലോട്ട്സും, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിനെ മൊത്തമായിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ യൂട്രസ് ചെയ്തിട്ട് തന്നെ സെർവിക്സിന്റെ അവിടെയാണ് ഇത് പോയിട്ട് ഇരിക്കുക. അപ്പൊ ഇതിൽ തന്നെ കളക്ട് ചെയ്തിട്ട് നമ്മളത് എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്തിട്ട് അത് നമ്മളെ ടൈം കഴിയുമ്പോൾ നമ്മളത് കളഞ്ഞിട്ട് വീണ്ടും റീയൂസ് ചെയ്യണം, വാഷ് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലീക്കേജോ അല്ലെങ്കിൽ പീരീഡ്സ് ആണെന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ നേരം ലാസ്റ്റ് ചെയ്യും, കുറേ നേരം ഇരിക്കും. ഇപ്പൊ നമ്മളിപ്പോ കൂടുതലായിട്ട് ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഇത് വേണം എന്ന് വിചാരിക്കുന്നത് ഇപ്പൊ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവരൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മളിത് എപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് മാറ്റാൻ, പാഡ് മാറ്റുക, അത് പോയി വാഷ് ചെയ്യുക, അത് കൊണ്ടുപോയി കൊണ്ട് കളയല്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എനിക്കത് എന്നെ സംബന്ധിച്ച് ആ ദിവസങ്ങൾ അങ്ങനെ പോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയാണല്ലോ ശീലിച്ചു വന്നുള്ളത്, ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ ആ ഒരു ഇതിലായതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്ത് തരുന്നു. അപ്പൊ ഇപ്പൊ അടുത്ത് ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് പേടിയുണ്ടായിരുന്നു, എന്നാലും കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാനും ഇതിലേക്ക് ഷിഫ്റ്റ് ആയി. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കംഫർട്ടാണ്. നമ്മൾ പീരീഡ്സ് ആണെന്ന് തന്നെ നമുക്ക് അറിയില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഈ ഇൻസേർട്ട് റിമൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമല്ല. പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. മറ്റ് എല്ലാ ഇതിനും അപേക്ഷിച്ച് ഇതിന് സൈഡ് എഫക്ട്സ് കുറവാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതില് പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റായ രീതിയിൽ നമ്മളിത് ഇൻസേർട്ട് ചെയ്യും, റിമൂവ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പണി കിട്ടും. അപ്പം ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ പണി കിട്ടും, ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും, ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചിലരിപ്പോൾ പറയുന്നുണ്ട് ഗർഭപാത്രം കുറേ കാലം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗർഭപാത്രം ഇറങ്ങി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല, അത് ഡോക്ടേഴ്സ് തന്നെ പറയണം. ഇപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ പറയാം. അതിനു മുന്നേ ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ
ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാനൊരു ലാബിലത്തെ എന്നെ അറിയുന്ന ഒരു ലാബിലത്തെ ഒരു ചേച്ചിയുടെ അടുത്ത് ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് നല്ല സാധനമാണ്, ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഇത് ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. കാരണം ഈ ചേച്ചിക്ക് അറിയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ അങ്ങനെ ആരോ ബന്ധത്തിൽ ആരോ ഒരാളുടെ കുട്ടി, ആ കുട്ടിക്ക് ഒരു 9ാം ക്ലാസ്സിലോ എത്രയോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവർ സ്കൂളിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ആ കുട്ടി വീട്ടിലൊന്നും പറയാതെ ഈ സാധനം മേടിച്ച് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. യൂസ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് എടുക്കാൻ അറിയില്ല. അത് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കുറേ ദിവസം കഴിഞ്ഞ് വയറുവേദന വന്ന് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ്, അങ്ങനെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞല്ല, അമ്മ ശ്രദ്ധിച്ചു എന്താണ് ഈ കുട്ടിക്കുള്ള ബുദ്ധിമുട്ട് ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു, വെച്ചു, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു, എടുക്കാൻ കിട്ടണില്ല. അങ്ങനെ നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇത് ആകെ ജീർണിച്ച അവസ്ഥയിലാണ്, 2 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നേനെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാ പറഞ്ഞു. അത് അറിയാതെ, ഇത് നമ്മൾ ശരിക്കും നോക്കാണ്ടും ഇതാക്കാണ്ടും മേടിച്ച് ഉപയോഗിച്ച് അറിയില്ല എങ്കിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. വെക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് എന്താ പറയാ, നല്ല സുഖമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. സേഫാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട്. ലീക്കേജ് ആണെങ്കിൽ 12 മണിക്കൂറോളം ഇത് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞ പാഡൊക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ ഇതാവുമ്പോൾ ഹെവി ഫ്ലൂയിഡ് ഉണ്ട് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തൊക്കെ, എന്തായാലും നമ്മളൊരു 6 മണിക്കൂർ 7 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ 12 മണിക്കൂർ അല്ലെങ്കിൽ ഏകദേശം 8 മണിക്കൂറോളം ഈ സംഭവം നമുക്ക് വെച്ചിട്ട് കളക്ട് ചെയ്യാം, ബ്ലഡ് കളക്ട് ചെയ്യും, റിമൂവ് ചെയ്തിട്ട് സാധാ വെള്ളം കൊണ്ട് നമ്മൾ കഴുകി വീണ്ടും റീയൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വെട്ടി തിളയ്ക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ മുന്നേ, പീരീഡ്സ് കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഡേറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ദിവസം നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയിട്ട് അത് നീറ്റാക്കിയിട്ട് നമുക്കൊരു പൗച്ച് ഉണ്ടാവും, അതിലെടുത്ത് വെക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ്. ഇതുപോലെ ഒരു പൗച്ച് ഉണ്ടാവും. അപ്പോൾ ഈ പൗച്ചിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇതിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, ഒരു 2 ഓട്ടയൊക്കെ ഉണ്ട്, 2 ഹോൾസ് അപ്പുറത്തിപ്പുറത്തുണ്ട്. ഇത് വാക്യൂം പ്രഷറിലാണ് അത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അവിടെ വെക്കും, അതുപോലെ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അതാണ് ഞാൻ പറയാൻ വന്നത്. എനിക്ക് അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈസ് ചാർട്ട് ഉണ്ട്, അത് ഞാൻ ഒരു ഇതായിട്ട് പറയാം. സ്മോള്, അതുപോലെ തന്നെ ലാർജ്, സ്മോള്, മീഡിയം, ലാർജ്, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ലെങ്ത് വൈസ് ആയിട്ടും ചേഞ്ച് ഉണ്ടാവും. ഡയമീറ്റർ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഡയമീറ്റർ ഓരോന്നിനും സെയിം തന്നെ ആയിരിക്കും. ലെങ്ത്തും എന്താ പറയുക, സ്മോളിന് ഒരു ഇതായിരിക്കും, ലാർജിന് വേറൊരു ഡയമീറ്റർ ആയിരിക്കാം, അതുപോലെ തന്നെ മീഡിയത്തിന് വേറെ ഒരു ഇതായിരിക്കാം. ആ ഡയമീറ്റർ ഇതായിരിക്കും, പക്ഷെ ഈ ഒരു ലെങ്ത് കുറച്ച് കൂടുതലും കുറവുള്ളതും ഉണ്ടായിരിക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർവിക്സ് ലെങ്ത് ഉണ്ടല്ലോ, അതായത് ഇതിലേക്ക് ഉള്ളിലേക്ക് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് കുറച്ച് കയറിയിട്ടായിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് വലിച്ചാൽ കിട്ടില്ല. പക്ഷെ കുറച്ചും കൂടി അടുത്തുള്ളതാണെങ്കിൽ നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലെങ്ത് വൈസ് കുറച്ച് നീട്ടുള്ളത് ഉണ്ടാവാം. ഇത് സ്മോൾ ആണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ലാർജ്, കുറച്ചുകൂടെ നീളമുള്ളത് നമുക്ക് വലിച്ചാൽ കിട്ടാവുന്ന, അടിയിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാനൊരു സ്റ്റോറി പറഞ്ഞു, അതുപോലെ എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു, സൈസും പറഞ്ഞു. ഇനി ഏത് സൈസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്മോൾ എന്നുള്ളത് ഇപ്പോൾ ഒരു
ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പീരീഡ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടി മുതൽ നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഫിസിക്കൽ റിലേഷൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ബേബീസ് ഒന്നും ആയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്മോൾ ഡയമീറ്റർ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയം എന്ന് പറയുന്നത് ഫിസിക്കൽ റിലേഷൻ ഉണ്ട്, കല്യാണം കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷൻ ഉണ്ട്, ഒപ്പം തന്നെ സി സെക്ഷൻ ഓപ്പറേഷൻ ആയിട്ടുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ നമ്മൾ മീഡിയം സൈസ് മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ലാർജ് നമ്മളെന്ന് പറയുന്നത് ഒരു 35 എബോവ് ഏജ് ഉള്ള ചേച്ചിമാരും അതുപോലെ തന്നെ ഒരു വാജിനൽ ബർത്ത് ഒക്കെ കൊടുത്തിട്ടുള്ള അമ്മമാർ, നോർമൽ ഡെലിവറി ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ എന്താ പറയുക, നമുക്ക് ചേച്ചിമാർക്കും ഈ ഒരു ഇത് ലാർജ് സൈസ് യൂസ് ചെയ്യാം. അതായത് ഇത് നമ്മുടെ വാജിനൽ എലാസ്റ്റിസിറ്റിയെ ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ലൂസ് ടൈറ്റ് അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ സൈസ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിനും ഇതാക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ലെങ്ത് കുറവുള്ളതും കൂടുതലും ഷേപ്പിൽ അല്ല, ലാർജ് മീഡിയം അല്ല, ലെങ്ത് കുറച്ച് കൂടുതലും കുറവുള്ള ടൈപ്പ് ഉണ്ട്. അതാണ് ഇതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ കളറ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളറൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കളർ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നത് മാത്രമാണ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സിൽ ഉണ്ടായിരിക്കും, വൈറ്റിലും ഇതിലൊക്കെ ഈ കളർ ഉപയോഗിച്ച ബുദ്ധിമുട്ടാണ് മറ്റേത്, അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മെഡിക്കൽ ഗ്രേഡഡ് സിലിക്കോൺ വെച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് സേഫ് ആണെന്നാണ് മെഡിക്കൽ കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ സ്പോർട്സ് അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഡാൻസ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള ടൈമിൽ ഇത് നല്ല പ്രൊട്ടക്ഷൻ തരും. നമ്മൾ വെച്ചിട്ടുണ്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സ്വിമ്മിങ് വരെ നമുക്ക് ചെയ്യാം, ലീക്കേജ് ഉണ്ടാവില്ല. കാരണം ഇത് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതൊരു ഭാഗമായിട്ട് നമ്മളെ ബോഡിയിൽ അവിടെ ഇരിക്കും, കളക്ട് ചെയ്യും, ബ്ലഡ് കളക്ട് ചെയ്യും. നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ പോകണുള്ളൂ. അപ്പൊ ശരിക്കും വെച്ചില്ലെങ്കിൽ ലീക്കേജ് വരും. കറക്റ്റായിട്ട് പ്രോപ്പറായി വെച്ച് കഴിഞ്ഞാൽ ലീക്കേജും ഇല്ല, ഒന്നുമില്ല. നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. നമുക്ക് പീരീഡ്സ് ആണോ എന്ന് വരെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് ഭയങ്കരമുള്ള ഒരു കാര്യമാണ്. കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ എക്കണോമിക് ആണ്. എക്കണോമിക് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ നല്ല തന്നെ സെലക്ട് ചെയ്യുക. കാരണം ഇത് നമ്മളെ ബോഡിയിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് അത്യാവശ്യം കോസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 500-600 രൂപയുടെ ഉള്ളിലുള്ള ഒരു നല്ലൊരു എന്താ പറയുക കപ്പ് മേടിക്കാൻ, മെൻസ്ട്രൽ കപ്പ് മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 കൊല്ലം വരെ നിൽക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്പം അത്ര രൂപ ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ മാസം 200 രൂപയ്ക്കും 300 രൂപയ്ക്കും ഒക്കെ മേടിക്കുന്ന നമ്മുടെ പാഡ്സ്, ഇപ്പോൾ ഒരു കോമൺ സാധാ ഒരു സാനിറ്ററി പാഡ്സ്, ഞാൻ കമ്പനി ഒന്നും പറയുന്നില്ല, ഓരോ പാഡ്സ് നമ്മൾ 1-2 പാക്കൊക്കെ ആവും ഒരു മാസം മേടിക്കുക. അതിന് തന്നെ 95 രൂപയും ഒക്കെ ആയിരിക്കാം. അതിങ്ങനെ ഒരു മാസം നമ്മൾ കുറേ ഇപ്പം എത്രയോ നമുക്ക് സൈക്കിൾ ഒരു വർഷത്തിൽ 12 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചേഞ്ച് ആവുമ്പോൾ ഓരോ മാസം വരുമ്പോൾ നമ്മളിങ്ങനെ 12 കൂടുതൽ പാക്സ് നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ പോവുകയാണ്. അപ്പൊ അത് നമുക്ക് സേവ് ചെയ്യാനും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പറ്റും. പിന്നെ എന്താ പറയുന്നത്, അപ്പൊ ഞാനിപ്പോ മെഷർമെന്റ്, അതായത് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലെ, ഹാവ് ടു ചൂസ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു. അതായത് ഫിസിക്കൽ റിലേഷന്റെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഹൗ ടു മെഷർ സർവീസ് ലെങ്ത്. നമ്മൾ സർവീസ് ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക പീരീഡ്സിന്റെ ടൈമിൽ നമുക്ക് ഇതിന്റെ സൈസ് എത്ര വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ഫിംഗർ വെച്ചിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഉള്ളിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എത്ര ഉള്ളിലേക്ക് ഇതാവുമ്പോൾ നമുക്ക് സർവീക്സ് എത്തിയെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിന്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളത്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം മേടിച്ചിട്ട് നമ്മൾ
പിന്നെ നമ്മൾ അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് അതിൻ്റെ ആ തുമ്പ് മറ്റേ ആ ഒരു ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ തുമ്പ്, ഒരു മിനിറ്റ്, ഈ തുമ്പ് പിടിച്ചിട്ട് വേണം നമ്മൾ വലിച്ചെടുക്കാൻ. എനിക്ക് അതാണ് പറ്റിയത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അവിടെ ബുദ്ധിമുട്ട് വന്നു, ഉള്ളിൽ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അത് ശരിക്കും അങ്ങനെയല്ല, കുറച്ചും കൂടി ലാർജ് സൈസ് വേണമായിരുന്നു, നീട്ടം വേണമായിരുന്നു. സർവീസ് ലെങ്ത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വേണം മേടിക്കാൻ. അപ്പോൾ ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഭാഗം എന്താ പറയുക, ഭയങ്കരമായിട്ട് മുറിവും ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെനിക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സർവീസ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്മോൾ ലെങ്ത് മതി. ഇല്ല ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല വെച്ചെങ്കിൽ ലാർജ് സൈസ് കപ്പ് വേണം സെലക്ട് ചെയ്യാൻ. അതായത് നീട്ടം, ഈ ഒരു സാധനത്തിൻ്റെ നീട്ടം കുറച്ച് ഡയമീറ്റർ അല്ല, സ്മോളും ലാർജും കൂടിയിട്ടല്ല, ഇതിൻ്റെ നീളം വലുപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ കൊടുക്കാം. ആ ഒരു ഇത് നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഓക്കെ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോക്കിയില്ലെങ്കിൽ ശരിക്കും പണി കിട്ടത്തന്നെ ചെയ്യും. കാരണം ഇത് നമ്മളെ മെൻ്റലി ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പെയിൻഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് വെച്ച് എനിക്കുണ്ടായിരുന്നത് വെച്ചാൽ ആ ദിവസം പീരീഡ്സിൻ്റെ സമയത്ത് നമ്മൾ പീരീഡ്സ് ആണ് തോന്നുകയില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് എടുക്കാത്തതിൻ്റെയും ഇതാക്കാത്തതിൻ്റെയും ബുദ്ധിമുട്ട് പിന്നീട് കാണിച്ചു എന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെയും എനിക്കിത് യൂസ് ചെയ്യണമെന്നുണ്ട് നല്ലപോലെ, ശരിക്കും ഇപ്പോൾ മനസ്സിലായപ്പോൾ അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ വേണ്ട, പാഡിൽ തന്നെ നിൽക്കാം എന്നുള്ളതായി എന്നാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന്. പല രീതി ഉണ്ട്. ഈ ഒരു ടൈപ്പ് മെത്തേഡിൽ നമുക്കൊരു സി ടൈപ്പ് ആ ഒരു സൈസിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക, അത് വിടുക. അപ്പോൾ അത് ലോക്കായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഉള്ളത് ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ഒരൊറ്റ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കുഞ്ഞൊരു ഡയമീറ്റർ ആക്കും. എന്നിട്ട് നമ്മളത് ഇവിടെ വെച്ച് പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 7 ഫോൾഡ് ഉണ്ട്. 7 ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ മെത്തേഡ്സ് ഇതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നുള്ളൂ. പക്ഷെ ശരിക്ക് വെക്കുക എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ശരിക്കും വെക്കുക എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കഴുകി സ്റ്റെറിലൈസ് ചെയ്തിട്ട് മുന്നേ യൂസ് ചെയ്യുക, അവസാനം സ്റ്റെറിലൈസ് ചെയ്ത് വൃത്തിയായി തുടച്ചിട്ട് പൗച്ചിലെടുത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഈ വെക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് മുന്നേ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് പറയാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം ഡിസഡ്വാൻറ്റേജസിൽ ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിനെസ്, അപ്പം ഇച്ചിനെസ് ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞതിന് ശേഷം നോ റാഷസ്, അതുപോലെ നമ്മൾ തൊട പൊട്ടണ പരിപാടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജസ്, ഇച്ച്നെസ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ പീരീഡ്സ് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടാവും, എന്നാലും ഇതിലും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഇത് വെച്ചിരുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തിങ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഫസ്റ്റൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും, കാരണം നമുക്കിത് ഉള്ളിലേക്ക് കയറില്ല അല്ലെങ്കിൽ ഇൻസേർട്ട് ആവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പെൽവിക് എക്സസൈസ് ഒക്കെ അറിഞ്ഞിരിക്കണം. എക്സസൈസ് അറിഞ്ഞിരിക്കണം എന്നല്ല, നമ്മൾ എന്താ പറയുക, ഇതാണെങ്കിലും നമ്മൾ സ്ക്വാട്ട് പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ ക്ലോസറ്റിൻ്റെ ഇത് മൂടി അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ റൂമിലാണെങ്കിൽ ചെയർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് ഹൈറ്റുള്ള സാധനം വെച്ച് കാല് കയറ്റി വെച്ചിട്ട് അങ്ങനെ ഇതാക്കാം. അതൊക്കെ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അതിൽ കറക്റ്റായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടല്ലോ,
അത് കറക്റ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ട് ആ പുറത്തേക്ക് വിടുന്ന ആ ഒരു ടൈമിലായിരിക്കണം നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് 2-3 പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുക. ഇതാക്കുക. ഒരു 3-ാമത്തെ പ്രാവശ്യമൊക്കെ ഒരു കുറച്ച് പ്രാവശ്യം ഇതാക്കിയിട്ട് ആ പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ട സമയത്ത് കുറച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നമ്മൾ പേടിച്ച് നോക്കണ്ട. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ശ്വാസം അകത്തേക്ക് വിടണ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന്റെ വാക്യൂം ഇത് പിടിച്ച് നിൽക്കി കഴിഞ്ഞാൽ അതിലത്തെ ബ്ലഡ് ആ ഒരു ഇത് വാക്യൂം നമുക്ക് കളയാൻ പറ്റും. അത് കളഞ്ഞിട്ട് വെല്ലെ റിമൂവ് ചെയ്യണം. അതായത് നല്ല സമയത്ത് വേണം നമ്മൾ എടുക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഓപ്പണിങ് അതിന് വേണ്ടിയിട്ടാണ്, അതായത് കറക്റ്റായിട്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വാഷ് ചെയ്യണം. ഒരു സാനിറ്റൈസർ ഹാൻഡ് വാഷ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായി വാഷ് ചെയ്യുക. അപ്പോൾ കൈ നല്ല നീറ്റ് ആയിരിക്കണം. അത് എപ്പോഴായാലും കൈ നല്ല നീറ്റ് ആയിരിക്കണം. പിന്നെ എന്താ പറയുക, നമ്മൾ കൈ നന്നായി വാഷ് ചെയ്തിട്ട് സ്ക്വാട്ട് പൊസിഷനിൽ അല്ലെങ്കിൽ കാൽ കയറ്റി വെച്ചിട്ടാണെങ്കിൽ കാൽ കയറ്റി വെച്ചിട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വഴുക്കലൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കുക. വഴുക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെടും മക്കളെ. അപ്പോൾ ശരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇരുന്ന് നമ്മൾ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എക്സസൈസ് ഒക്കെ കറക്റ്റായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് വേണം റിമൂവ് ചെയ്യാൻ. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഒരു ലെങ്ത് വെച്ചിട്ട് ചില സമയത്ത് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടില്ല. നിങ്ങൾക്ക് കിടന്നുറങ്ങിയ സമയത്തൊക്കെ ചിലപ്പോൾ ചില ടൈമിൽ ഇത് നന്നായിട്ട് ഉള്ളിലിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടാണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ സെലക്ട് ചെയ്ത സൈസ് തെറ്റായിരുന്നു, അതാണ് ഉണ്ടായത്. ഞാൻ സ്മോൾ സൈസാണ് എടുത്തത്. എനിക്ക് മീഡിയമാണ് വേണ്ടത്, പക്ഷെ സ്മോൾ സൈസ് എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സർവീസ് ലെങ്ത് അറിയണമുണ്ടായിരുന്നില്ല. അങ്ങനത്തെ കാര്യമൊന്നും അറിയാണ്ട് മേടിച്ച് വെച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ സർവീസ് ലെങ്ത് നോക്കിയിട്ട് നല്ല നീട്ടുള്ളതാണെന്ന് വെച്ചെങ്കിൽ തുമ്പ് കിട്ടും നമുക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ട് വാക്യൂം കളഞ്ഞിട്ട് നന്നായിട്ട് വെക്കാം. ഞാൻ ഈ വാക്യൂം ഇടയ്ക്കാണ് കളയാറുണ്ടായിരുന്നത്. കാരണം ചില സമയത്ത് കിട്ടാണ്ടാകുമ്പോൾ ടെൻഷനും കാരണം ഈ തുമ്പ് പിടിച്ച് വലിക്കും. ആ വലിക്കണേൽ നമ്മുടെ ചുറ്റുള്ള ഭാഗമൊക്കെ മുറിയാവുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിർത്തിയത്. അപ്പം അതാണ് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവർ പേടിക്കൊന്നും വേണ്ട. കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള നോക്കിയിട്ട് പേടിക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക. സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രിഫർ ചെയ്യാൻ. ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും പറയണത് കേട്ടിട്ട് ഇപ്പം ഞാൻ പറയണതാണെങ്കിലും കേട്ടിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ കറക്റ്റായിട്ട് അത് വാഷ് ചെയ്യുക. അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ഇത് വാഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തപ്പോൾ കുറേ സമയം എടുത്തു. ഒരു മണിക്കൂറോളം ഞാൻ ടോയ്ലറ്റിലിരുന്നു. കാരണം ഇത് ഇൻസേർട്ട് ആവുന്നില്ല. കാരണം എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ആണെങ്കിലും കറക്റ്റായിട്ട് അറിയില്ല. ബ്രീത്തിങ് വിത്തൗട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഏത് സമയത്താണ് ഇൻസേർട്ട് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് അതായത് ഒരു 7-8 ടൈംസോളം ഇത് ഫ്ലോപ്പ് ആവാം. പകുതി ഇതാവും, കറക്റ്റ് ആവുന്നില്ല, അങ്ങനെ കയറുന്നുണ്ടായിരുന്നില്ല. പേടിയാണ് ഒന്നാമത്തെ. അപ്പം നമ്മൾ ഈ പേടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ടെൻഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസിൽസ് ഒക്കെ ടൈറ്റ് ആവും. വെജിനിസ്മസ് അങ്ങനെ എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ വരും. നമ്മൾ ഇതൊക്കെ ടൈറ്റ് ആയിട്ട് എനിക്ക് ഉള്ളിലേക്ക് ഈ ഒരു സംഭവം ഇൻസേർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആവും. നമ്മൾ അതിനെ കുറിച്ചിട്ട് ബോധറാവണ്ട. കാരണം നമുക്ക് ഇതില്ലെങ്കിൽ എന്തെങ്കിലും വേറെ അഡോപ്റ്റ് ചെയ്യാം. ഇതന്നെ പറ്റണം, അങ്ങനെ നോർമലായിട്ട് പറ്റും എന്നുള്ളത് വിചാരിച്ചിട്ട്
സാധാ കൂളായിട്ട് നോർമൽ വിപരീതമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതെന്തായാലും ഉള്ളിലേക്ക് ഇതാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഞാനങ്ങനെ നൈറ്റാണ് യൂസ് ചെയ്തത്. പിറ്റേ ദിവസം എനിക്കിപ്പോൾ നോ ലീക്കേജ് ഇതുള്ളത് പോലും മനസ്സിലാവുന്നില്ല. നല്ല സുഖം, നല്ല കംഫർട്ട്. ഓക്കെ, ഇതന്നെ മതി, ഇനി ഞാൻ വേറെ ഒന്നിലേക്കും മാറില്ല എന്ന് ഞാൻ അപ്പോൾ ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു മാസം ഫുൾ സൈക്കിൾ അത് ഞാൻ യൂസ് ചെയ്തു. ഓഫീസിൽ പോയാൽ ചേഞ്ച് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. സോ വീട്ടിൽ വന്ന് നമ്മൾ ഫ്രഷ് ആകുമ്പോൾ മാത്രം ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്ത് സാധാ പോലെ വെള്ളത്തിൽ കഴുകിയിട്ട് സാധാ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു കേസല്ല, ഇപ്പം നമുക്ക് ഇപ്പോൾ വെള്ളമില്ല, എൻ്റെ കേസിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായില്ല. വേറെ നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളമില്ലാത്തൊരു സ്ഥലം, നമ്മളൊരു ഹൈ റേഞ്ചിലൊക്കെ പോയി ആ ഭാഗത്ത് നമ്മൾ കുറേ ട്രാവൽ ചെയ്യുമ്പോഴും ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്. കുറേ ടൈം വരെ നമുക്കിത് വെക്കാം. പാഡ് ചേഞ്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് വെള്ളമില്ലാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇത് നമുക്ക് കളഞ്ഞിട്ട് നോർമൽ പ്ലെയിൻ ടിഷ്യൂ, അതായത് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് മെഡിക്കൽ ഇതിൽ പറയുന്നത്. അപ്പോൾ അത്രയും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നല്ല വൃത്തിക്ക് തുടച്ച്, അതായത് ഫ്രാഗ്രൻസും ഒന്നുമില്ലാത്ത നോർമൽ വൈറ്റ് ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് തുടച്ചിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു മാസത്തെ പീരീഡ്സിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമൽ ഡിസ്ചാർജ് പോലെയൊക്കെ തോന്നി. അത് ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെയാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്തു. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഈ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യുമ്പോൾ ചില ദിവസങ്ങൾ കുഴപ്പമില്ല, ചില ദിവസങ്ങളിൽ എനിക്ക് കിട്ടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ശരിയല്ലാണ്ടാണ്. അതെനിക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിടിച്ച് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന മുറിവാവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേദന എടുത്തു തുടങ്ങി. പിന്നെ ഈ പീരീഡ്സ് കഴിഞ്ഞ് എനിക്ക് ത്രൂ ഔട്ട് വേദനയാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയാണ്. കുറേ വെള്ളം കുടിക്കുന്നുണ്ട്, അതൊന്നും യൂസ്ഫുൾ ആവുന്നില്ല. വെള്ളം കുടിച്ചിട്ട് എനിക്ക് അതുകൊണ്ടെല്ലാം തോന്നി. കാരണം വേദന ഉണ്ട് എപ്പോഴും, ത്രൂ ഔട്ട് ഉള്ളിൽ വേദന ഉണ്ട്. പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ് വേദന. ആ ഒരു സെർവിക്സ് ലെങ്ത്തിലായിരിക്കും വേദന എടുക്കുന്നുണ്ടാവുക, ആ ഒരു ഭാഗത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു നമ്മുടെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഈ ഒരു കംഫേർട്ട് കാരണം ഞാൻ വീണ്ടും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. വേദന ഉണ്ട്, പക്ഷെ അത് ഇതിൻ്റെ ആണോന്നും അറിയില്ല. അപ്പം അങ്ങനെ അത് ഞാൻ ഉപയോഗിച്ച് നമ്മുടെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഫിസിക്കൽ റിലേഷനൊന്നും എനിക്ക് പറ്റുന്നില്ല, പെയിൻഫുൾ ആണ് എല്ലാതും. അപ്പോൾ അതൊരു കണ്ടീഷനായി മാറിയപ്പോൾ പിന്നത്തെ പീരീഡ്സിൽ എൻ്റെ അടുത്ത് ഇത് ഒഴിവാക്കിയിട്ട് പാഡ് യൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാഡ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ചേഞ്ചസ് വന്നു തുടങ്ങി. പെയിനൊക്കെ മാറി നോർമൽ ഇതിലേക്ക് വരുന്നുണ്ട്. എന്നാലും ആ ഒരു കണ്ടീഷൻ എനിക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ചേ തൊട്ടിട്ട് എനിക്ക് പെയിൻഫുൾ ആണ്. ഫിസിക്കൽ റിലേഷനൊന്നും പറ്റുന്നില്ല, പെയിൻഫുൾ ആണ്. അതായത് വെജിനസ്നസ് എന്നുള്ള ഒരു കണ്ടീഷൻ, ടൈറ്റൻ ആവുക, വേദന, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടാണോന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഉണ്ടായത്. അത് നമുക്ക് ചില സമയത്ത് വരുന്നതാണോ, നമ്മൾ സ്ട്രെസ്സും ഇതൊക്കെ കാരണമാണോ എന്നും അറിയില്ല. പക്ഷെ ഇപ്പോഴും പെയിൻഫുൾ ആണ് എല്ലാതും. അപ്പോൾ നമ്മളെ പീരീഡ് പക്ഷെ പഴയ ഒരു ഇതൊക്കെ മാറി, എന്താ പറയുക, നോർമൽ ഇതിലാണ്. പക്ഷെ ഫിസിക്കൽ റിലേഷനൊക്കെ നല്ല ബുദ്ധിമുട്ടായി മാറി. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സംഭവം കറക്റ്റ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് കിട്ടാണ്ടാവുമ്പോൾ ആ തുമ്പ് പിടിച്ച് വലിക്കും, വാക്യൂം കളയാതെ. ഈ വാക്യൂം കളഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു റൗണ്ട് ഇത് നമ്മളിതിൽ പോയിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പിടിച്ച് വലിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവിടെ മൊത്തം മുറിവാവുന്നുണ്ടാവും. അപ്പോൾ അത് മുറിവ് ഇരുന്നിട്ട് പിന്നെ വെറ്റൊക്കെ ആകുമ്പോൾ ഓൾറെഡി ഇൻഫെക്ഷൻസും പെയിൻസും വരുന്നുണ്ടാവും. അതാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഞാൻ ചിന്തിച്ച് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നല്ല വല്ല ഡോക്ടേഴ്സ് അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലെയൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു
ടോക്ക് വിത്ത് ഷാനുവിൽ ഈ ഒരു ടോപ്പിക്ക് നല്ലതായിരുന്നോ അല്ലേ എന്ന് പറഞ്ഞു തരണം നിങ്ങൾ. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മാത്രമല്ല ഇതിപ്പം ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ട് പ്രശ്നങ്ങളും ഇതൊക്കെ ആണോ, നല്ലതാണോ, ഗുഡ് ഓർ ബാഡ് ആണോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടും എൻ്റെ എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ മറക്കാതെ നിങ്ങൾ പുതിയൊരു വ്യൂവർ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവും അതുപോലെ നല്ല അടിപൊളി ടോപ്പിക്സും, ഈ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ എൻ്റെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ ഇതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളല്ല. ഫ്രം മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. ആധികാരികമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തോന്നലുകളാണ്, ഇങ്ങനെ മുറിവ് ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത് തോന്നലാണ് എങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിവേ അല്ല, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ അതിൻ്റെ ആവില്ല എന്ന് പറഞ്ഞു. മറ്റ് പാഡ്സ് ഉപയോഗിക്കണേക്കാട്ടും ബെറ്റർ ഇത് തന്നെയാണ്, കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് എങ്കിൽ പേടിക്കണ്ട, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ, അല്ലെങ്കിൽ നല്ല നല്ല ഡോക്ടേഴ്സ് വീഡിയോസ് ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഡോക്ടർ സീത അടിപൊളി ഡോക്ടറാണ് ഗൈനക്കിൽ. അപ്പോൾ ആ വീഡിയോസൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഞാനൊക്കെ അധികം കണ്ടിട്ടും അതിലത്തെ കേട്ടിട്ടുമാണ് ഇതാക്കുന്നത്. പക്ഷെ എനിക്ക് കുറേ ശ്രദ്ധിക്കാതെ ഞാൻ വന്നത് തെറ്റിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങളാണ്. ഇപ്പോഴും എനിക്ക് ഇതിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഇത് നല്ലതാണ് എങ്കിൽ എല്ലാം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പേടി കൊണ്ട് മാത്രം ഉപയോഗിക്കാതിരിക്കുന്നവരാണെങ്കിൽ കറക്റ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, ഈ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് നമ്മുടെ യൂട്രസ് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ഒരു ചേച്ചിയുടെ ചാനൽ പേര് മറന്നുപോയി, എപ്പോഴും കണ്ടിരുന്ന ഒരു മദർഹുഡ്, ആ ചേച്ചി നല്ല വീഡിയോസ് തരുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ വീഡിയോയിലും ഇതിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്രസ് ഇറങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതും ആ ചേച്ചിയുടെ സംശയമാണ്, സർവീസ് ലെങ്ത് കുറഞ്ഞ പോലെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് വരുമ്പോൾ നമുക്ക് ഇത് കാരണമാണോ അങ്ങനെ തോന്നുമല്ലോ നമുക്ക്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പ്രശ്നമായിരിക്കില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ പറയുന്ന പോലെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡോക്ടേഴ്സും പറയുന്നത് ഇതാണല്ലോ, അതായത് നന്നായിട്ട് വൃത്തിക്ക് കൈയൊക്കെ കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് അതുപോലെ തന്നെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കംഫർട്ടാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഉപയോഗം പോലെ ഇരിക്കും അതിൻ്റെ ഗുണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.